ആരോപണമായി ഉയർത്തുന്നത്? നോക്കൂ, ഞാൻ ഇലക്ഷൻ ഇന്നലെ കഴിഞ്ഞു. ഇനിയിപ്പോൾ നിങ്ങൾ എന്നെ വെറുതെ ഇതിൽ പോയി കേട്ടണ്ട. എനിക്ക് ഇതിനെ കുറിച്ച് പറയാനോ അതിനെക്കുറിച്ച് സംസാരിക്കാനോ താല്പര്യമില്ല. ഞങ്ങളൊരു പോസിറ്റീവ് ക്യാമ്പയിൻ കഴിഞ്ഞ 4 ആഴ്ചയായിട്ട് നന്നായി ചെയ്തു. അത് ജനങ്ങളുടെ മുമ്പിൽ പോയി അവതരിപ്പിച്ചു. ഇനിയിപ്പോൾ സഖാമാർക്ക് അത് ഇഷ്ടമായിട്ടില്ലെങ്കിൽ എനിക്കൊന്നും പറയാനില്ല. അവർക്ക് സന്തോഷമില്ലെങ്കിൽ എനിക്ക് അതിനെക്കുറിച്ച് ഒരു അഭിപ്രായമില്ല. ഞങ്ങളൊരു പോസിറ്റീവ് ക്യാമ്പയിൻ, വ്യക്തിപരമായ ആരെ അറ്റാക്ക് ചെയ്യാണ്ട് ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഒരു വികസിത കേരളം, വികസിത നിയമം എന്നൊരു കാഴ്ചപ്പാട് മുമ്പോട്ട് വെച്ചു. ജനങ്ങൾ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന എനിക്ക് വിശ്വാസമുണ്ട്, പ്രതീക്ഷയുണ്ട്. അത് മാത്രമേ ഇന്ന് പറയാനുള്ളൂ. ബാക്കി വിവാദങ്ങളെല്ലാം അവർ 70 കൊല്ലമായി ചെയ്യുന്ന ഒരു വിവാദമാണ്. ഈ ചേട്ടാ, അതിൽ ഒരു സംശയമില്ല. കാരണം ഇങ്ങനത്തെ ഒരു ടേൺ ഔട്ട് കാണുമ്പോൾ ഒരു മാറ്റം ജനങ്ങൾ ആഗ്രഹിക്കുന്നു. ആ മാറ്റത്തിൻ്റെ ഒരു കാഴ്ചപ്പാട് അല്ലെങ്കിൽ മാറ്റം വേണം എന്ന് അവരെന്നെ ഏറ്റെടുത്തിരിക്കുന്നതാണ് എൻ്റെ ഒരു അഭിപ്രായം, എൻ്റെ ഒരു അസസ്മെൻറ്റ്, ഞങ്ങളെല്ലാവരും അസസ്മെൻറ്റ്. പിന്നെ മാറ്റം ഒരു ഭരണത്തിൽ മാറ്റം മാത്രമല്ല, ഒരു ഭരണശൈലിയിൽ മാറ്റം, രാഷ്ട്രീയ സംസ്കാരത്തിൽ മാറ്റം, അതാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. പിന്നെ മാറ്റം എങ്ങോട്ട് പോകുന്നൊരു മാറ്റം, ഒരു വികസിത കേരളം, വികസനം, അവസരങ്ങൾ ഉള്ളൊരു മാറ്റം, അഴിമതി രഹിത ഭരണത്തിൻ്റെ ഒരു മാറ്റം, അതാണ് ഞാൻ കാണുന്നത്. എൻ്റെ ഒരു ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ആദ്യം മുതൽ പറഞ്ഞു ഞാനൊരു രാഷ്ട്രീയ വിദ്വാനല്ല. ഇവിടെ രാഷ്ട്രീയ വിദ്വാനായിട്ട് നാടകം കളിക്കുന്ന കുറേ ആൾക്കാരുണ്ട്, അത് അവരെ വിടും. ഞാൻ സാമാന്യ ബുദ്ധിയോട് പറയാണ്, ഈ ഇലക്ഷൻ ഒരു നിർണായകമായ ഇലക്ഷനാണ്. ടേൺ ഔട്ട് ഞാൻ ആദ്യം മുതൽ പറയുന്നതാണ്. ടേൺ ഔട്ട് കാണുമ്പോൾ അത് ജനങ്ങൾ ഏറ്റെടുത്തിരിക്കുന്ന ഒരു ഇഷ്യൂ ആണ്. ഇത് നിർണായകമായ ഇലക്ഷനാക്കി മാറ്റാൻ അങ്ങനെ, അതുകൊണ്ടാണ് ഇത്ര വലിയ നല്ല ടേൺ ഔട്ടും. ആ ടേൺ ഔട്ടിൻ്റെ എന്തായിരിക്കും ഇഫക്റ്റ് അത് നമുക്ക് മെയ് 4-ാം തീയതി കാണാം. ഈ നേമത്ത് ഈ ഉച്ചയ്ക്ക് ശേഷം പല ബൂത്തുകളിലും UDFന്റെ ഏജന്റുമാരില്ലായിരുന്നു, അത് ക്രോസ് വോട്ടിംഗ് വേണ്ടിയായിരുന്നു എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. എന്തിനാണ് ഇത് അവരോട് പോയി ചോദിക്കുന്നത്? എനിക്ക് എന്നോട് എന്തിനാണ് ചോദിക്കുന്നത്? എന്താണെങ്കിലും ഇനിയിപ്പോൾ EVM, ക്രോസ് വോട്ടിങ്, അതെല്ലാം പറയട്ടെ, അവരുടെ ഒരു എക്സ്പ്ലനേഷൻ തുടങ്ങട്ടെ. നോക്കൂ, ഇത് ഈ പറഞ്ഞത് ആരാണ്? പൂട്ടും താക്കോലും എൻ്റെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞ വ്യക്തിയല്ലേ ഇന്ന് മറ്റേ ഇഷ്യൂസ് എല്ലാം പറഞ്ഞത്? ഞങ്ങൾ ആദ്യം മുതൽ പറഞ്ഞത് ഈ പൂട്ടും താക്കോലും തീരുമാനവും എല്ലാം ജനങ്ങളുടെ കയ്യിലാണ്. ജനങ്ങൾ മെയ് 4-ാം തീയതി പറയും എന്ത് തീരുമാനിച്ചു. അത് തീരുമാനിച്ചത് കേൾക്കുക, സഹിക്കുക, എന്നിട്ട് മുമ്പോട്ട് പോവുക. അത്ര സംവാദം നടത്താത്തത് വീണ്ടും അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നുണ്ട്. സന്തോഷം, വളരെ സന്തോഷം.